ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കെല്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രീമിൻ്റെ ഒരു പേൾ ക്രീമാണ് കേട്ടോ. അതിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് 5 ഗ്രാമാണ്. ഇതിൻ്റെ വലിയ സൈസിൽ വരുന്നതും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പാക്കേജിങ് വന്നിട്ട് നല്ലൊരു ക്യൂട്ടായിട്ടുള്ളൊരു പിങ്ക് കളറിലൊക്കെ ആയിട്ട് വരുന്ന ഒരു പാക്കേജിങ് ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിങ് ആണ് അല്ലേ. ഓക്കെ, അപ്പം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാക്കേജ് വന്നിട്ട്. പിന്നെ ഇത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ളൊരു പേൾ ക്രീമാണ്. അങ്ങനെ ഓവറായിട്ട് പ്രൈസി ആയിട്ടുള്ള പ്രൊഡക്റ്റൊന്നുമല്ല. പിന്നെ ഒരു പ്രൊഡക്റ്റ് വന്നിട്ട് മെയ്ഡ് ഇൻ തായ്ലൻഡ് ആണ്. ഇതിലിപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ വിറ്റമിൻ എ, സി, ഡി, ഇ, B2, B6 തുടങ്ങിയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് വിറ്റമിൻസൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പേൾ ക്രീമാണ്. അതുപോലെ തന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇവരിതിൽ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്തെങ്കിലും ഹൈഡ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഇപ്പോൾ കിഡ്നി അടിച്ചു പോയി അങ്ങനെയുള്ള കേസുകളൊക്കെ വരും കേട്ടോ. ഇത് പതിവായിട്ട് യൂസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അല്ല, എനിക്കിഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് കുറച്ചൊരു തിക്കായിട്ട് നല്ലൊരു തിക്കായിട്ടുള്ളൊരു ക്രീമാണ്. ഈ ഒരു ക്രീം വന്നിട്ട് കുറച്ചൊരു ഷിമ്മറായിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. ഇതിപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. നേരിട്ട് കാണുമ്പോൾ കുറച്ചൊരു ഷിമ്മറി ഒരു പേൾ ക്രീം എന്നാണല്ലോ. അപ്പം ആ ഒരു ടൈപ്പിലാണ് ഈ ഒരു ക്രീം വരുന്നത്. ഭയങ്കര തിക്കായിട്ടാണ്. നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും കേട്ടോ. ഭയങ്കര ഒരു തിക്കായിട്ടാണ് വരുന്നത്. പെട്ടെന്ന് അങ്ങോട്ട് ബ്ലെൻഡായി പോകുന്നൊന്നുമില്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്യാനൊക്കെ ഭയങ്കര പാടാണ്. പെട്ടെന്ന് അബ്സോർബായി പോകുന്ന ഒരു ക്രീമൊന്നുമല്ല. ഇപ്പോൾ വന്നിട്ട് നമ്മുടെ ഫെയർ ആൻഡ് ലവ്ലിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കുള്ള ആ ഒരു ഫീലാണ് കേട്ടോ ഈ ക്രീമും അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവരിതിൽ പറയുന്നത് ഇത് ഫ്രിങ്കിൾസും പിമ്പിൾസ് അതുപോലെ തന്നെ സൺബേൺ അതൊക്കെ ഇല്ലേ, അതൊക്കെ നന്നായിട്ട് റിമൂവ് ആയി പോവും ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും എന്നാണ് അവരിതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഞാൻ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം എനിക്ക് ഈ ഒരു പിമ്പിൾസ് വന്ന പാടുകൾ അതൊക്കെ കുറച്ചൊന്ന് ഹൈഡാവുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഒരു ഫെയർ ആവുന്ന രീതിയിൽ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഒരു പേൾ ക്രീം യൂസ് ചെയ്തപ്പോഴത്തേക്കും. ഇത് ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി മാത്രം കുറച്ച് യൂസ് ചെയ്ത് നോക്കിയതാണ്. അത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻഗ്രീഡിയൻസ് കംപ്ലീറ്റ് കൊടുക്കാത്തത് കൊണ്ടാണ് കേട്ടോ. നമുക്കറിയത്തില്ലല്ലോ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത് എന്നൊക്കെ. ഓക്കെ, അതുകൊണ്ടാണ് ഇത് കംപ്ലീറ്റായിട്ട് ഞാൻ അപ്ലൈ ചെയ്യാത്തത്. പക്ഷേ കുറച്ചൊക്കെ അപ്ലൈ ചെയ്തിട്ടാണ് ഈ ഒരു റിവ്യൂ ഞാൻ പറയുന്നത്. അപ്ലൈ ചെയ്തപ്പോഴത്തേക്കും ഫേസിൽ അങ്ങനെ ബ്രേക്ക് ഔട്ട്സോ കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു കേട്ടോ. അപ്ലൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഫേസിൽ എന്തോ ഒരു മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്നുള്ള ആ ഒരു ഫീലൊക്കെ കിട്ടും. കുറച്ചൊരു വൈറ്റ് ആയിട്ടുള്ളൊരു ക്രീമാണല്ലോ. അപ്പം പല ആളുകളും ഇത് ഫൗണ്ടേഷൻ്റെ പകരമായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ആളുകളൊക്കെ എനിക്കറിയാം കേട്ടോ. അങ്ങനെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊന്നും യാതൊരു പ്രശ്നവും ഈ ഒരു പേൾ ക്രീം യൂസ് ചെയ്തിട്ടുണ്ടായിട്ടൊന്നുമില്ല. പിന്നെ നമുക്കറിയാലോ ഇതുപോലുള്ള ക്രീംസൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ സൺലൈറ്റിലൊന്നും പോയി നിൽക്കുകയോ ചെയ്യരുത് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള സമയത്തോ അല്ലെങ്കിൽ നൈറ്റിലൊക്കെയാണ് ഇതുപോലുള്ള ക്രീം യൂസ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ടൈം. അതുപോലെ തന്നെ ഈ ഒരു ക്രീം വന്നിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഓയിലി സ്കിന്നുകാർക്കായിട്ട്. കാരണം ഇത് കുറച്ചൊരു തിക്കായിട്ടുള്ള ക്രീം ആയതുകൊണ്ട് തന്നെ ഡ്രൈ സ്കിന്നുകാർക്ക് കൂടുതലായിട്ടൊന്ന് ഡ്രൈ ആക്കാനാണ് ചാൻസ്. ഓയിലി സ്കിന്നുകാർക്ക് നല്ല ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടൊക്കെ പോകാൻ വേണ്ടി പറ്റും. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും സ്കിന്നിൽ എന്തെങ്കിലും ജംസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ കിൽ ചെയ്യും എന്നൊക്കെയാണ് കേട്ടോ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു ക്രീമിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഇതിന് വന്നിട്ട് പ്രത്യേകിച്ച് ലിങ്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇത് ഞാൻ സാധാ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ നമ്മുടെ ഒരു റിവ്യൂ വീഡിയോ വന്നിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ഒക്കെ റിവ്യൂസൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾക്കാണെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.